ആയിരങ്ങൾ മരിച്ചു, 10,000-ങ്ങളെ കാണാനില്ല. അഗാധമായ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കൊല്ലം ഇന്തോനേഷ്യയിൽ ഈ ഭൂകമ്പം, ചുഴലിക്കാറ്റും കാറ്റും, അയ്യോ, ഇത് ഇന്തോനേഷ്യയിൽ മാത്രമല്ല, ഇന്ത്യയിലും സംഭവിക്കാനുള്ള ഒരു കാര്യമാണ്. കണ്ടിട്ടില്ലല്ലോ. ഇതിനകത്തുകാരനല്ല, പാവം സഞ്ചാരിയാണ്. എല്ലാവരും കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. സഞ്ചാരി സൈക്കിളാരെ കൊണ്ടുവന്നല്ലോ. പട്ടപ്പകലും കള്ളന്മാരോ ഒരു നാട്ടിലും ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാടോ ഈ നാട്ടിലൊക്കെ ഭൂമി കുലുങ്ങാതിരിക്കണേ? ഞങ്ങളെ കൊണ്ട് ഇനി ഓടാൻ വയ്യ. കൊണ്ടുപോകണവരെ കൊണ്ടുപോട്ടെ. എന്റെ കുട്ട, ആ സഞ്ചാരി പറഞ്ഞതും ട്യൂഷൻ ഉച്ചരിച്ചതും കൃത്യമായിരിക്കണു. തുടങ്ങിയിരിക്കണു ഒരു കാറ്റ, ഒരു ശങ്ക. തിരുമേനി പറഞ്ഞത് കൃത്യാണ്, കറക്റ്റാണ്. തിരുമേനി അതാ നോക്കിയൻ, അനക്കം തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നിക്കണ്ട, നമുക്കിവിടുന്ന് പോവാം. തിരുമേനി കുലുക്കം തുടങ്ങിയിട്ടുണ്ട്, നമുക്കിവിടുന്ന് പെട്ടെന്ന് പോകാം. വേഗം വരൂ. എന്താ സ്ഥിതി എന്റെ വേഗം വരൂ. നമ്മൾ ഈ നാട്ടിൽ കണ്ടുപരിചയല്ലോ. ഞാൻ ഈ നാട്ടുകാരനല്ല, കുറച്ച് ദൂരെയാണ്. ദൂരെ എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചാരി. സ്വപ്ന സഞ്ചാരിയാണോ? സ്വപ്നങ്ങളിലൂടെ സഞ്ചരിക്കണം, അറിവിൻ്റെ ചിന്തകളിലൂടെ സഞ്ചരിക്കണം. ചെല്ലുന്ന നാടുകളിലെല്ലാം ചില ദുരന്തങ്ങൾ കാണുമ്പോൾ അത് സംഭവിച്ചേക്കും എന്ന് പറഞ്ഞ് ചിലപ്പോൾ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞ് ഉണർത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ദുരന്തം ഉണ്ടാവാൻ വല്ല ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ഈ നാട്ടിൽ വന്ന് പെട്ടുപോയി. എൻ്റെ സൈക്കിളും സഞ്ചിയൊക്കെ ഒരു കളനെടുത്തോട്ട് പോയി കളഞ്ഞു. അവൻ അന്വേഷിച്ച് ഞാൻ നടക്കുകയാണ്. കൈ കിട്ടിയ പപ്പടം മേടിക്കുന്ന പോലെ പൊടിക്കാൻ എനിക്ക് ദേഷ്യമുണ്ട്. പക്ഷെ അവന് കൈ കിട്ടിയില്ല. ആ ചിന്ത കയറ്റി ഞാൻ നടക്കുക. നമ്മുടെ പേര് പറഞ്ഞില്ല. എൻ്റെ ശരിക്ക് പേര് രാഘവൻ നമ്പ്യാരെന്നാണ്. പിന്നെ ഒരു സഞ്ചാരി ആയതുകൊണ്ട് ചിലരൊക്കെ സ്നേഹപൂർവ്വം സഞ്ചാരി മാഷെ, സഞ്ചാരി ചേട്ട എന്നൊക്കെ വിളിക്കും. നിങ്ങളുടെ പേര്? എൻ്റെ പേര് സുധാകരൻ. സുധാകരൻ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? ഈ നാട്ടിൽ അങ്ങനെ കറങ്ങണ്ട, വേഗം പൊക്കോ. ഈ പരിസരം ശരിയല്ല അല്ലേ? ശരിയല്ല. ഇവിടെ ഒരു ദുരന്തം ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. ഇവിടെ ഒരു ഭൂചലനത്തിനുള്ള എല്ലാ സാധ്യതകളും നിങ്ങളുടെ ഈ പ്രദേശത്ത്. അയ്യോ, കാരണം അതൊരു കണക്കുകളാണ്. എന്താണെന്നുള്ള ദൈവം നിശ്ചയിക്കുന്ന പോലെ നടക്കുകയുള്ളൂ. അത് ഞാൻ പറഞ്ഞെന്ന് മാത്രം. സുധാകരനെ കണ്ടത് നന്നായി. സുധാകര, എൻ്റെ കണക്കുകൾ എവിടെയും തെറ്റിപ്പോയിട്ടില്ല. രാഘവൻ നമ്പ്യാർ പറഞ്ഞു കൊടുത്തൊക്കെ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെയും ഒരു ഭൂകമ്പമുണ്ടാകും. ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സഞ്ചാരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി സാർ. നമസ്കാരം. നമസ്കാരം. ഇയാൾക്ക് വല്ല വട്ടുണ്ടോ? അത് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നേക്കണാണോ? സഞ്ചാരി പറഞ്ഞത് ശരിയാണല്ലോ. ആകെ പ്രകൃതി മാറിയല്ലോ. ദൈവമേ, ഭൂമിയുടെ ഉള്ളില് വെള്ളം തിളച്ച് മറിയണ മാതിരി സൗണ്ട് കേൾക്കണ്ടല്ലോ. ഭൂമി കുലുങ്ങണ്, മൊത്തം കുലുങ്ങണ്. അടിയിൽ ചെവിട് വെച്ചേക്കും. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് തുറങ്ങണ്. അല്ല 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 നമ്പേരെ അല്ല, ആള് പറഞ്ഞത് വളരെ കറക്റ്റാ. അല്ല, പാറമടലേ ആ കുലുങ്ങായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടതാ. പറഞ്ഞ കണക്കുകൾ തെറ്റാറില്ല. തെറ്റൂല, തെറ്റിയിട്ടില്ല. അതെ, കുലുങ്ങണ്. ഭൂമിയുടെ അടിയിൽ ഒരുപാട് ഗർത്തങ്ങളുണ്ടല്ലോ. അത് പൊട്ടിത്തെറിച്ച് ചൂടുകൊണ്ട്, ദുസ്സഹമായ ചൂടിനാൽ പൊട്ടിത്തെറിച്ച് ലാവ ഒഴുകി അതായത് ഭൂകമ്പമായിട്ട് വരാം, ഉരുൾപൊട്ടലായിട്ട് വരാം, ചുഴലിക്കാറ്റും കൊടുങ്കാറ്റായിട്ട് വരാം. എല്ലാം ദൈവത്തിൻ്റെ ഇരിക്കുന്ന കാര്യങ്ങളാണല്ലോ. ദൃഷ്ടാന്തം കണ്ടാലും മനുഷ്യൻ പഠിക്കില്ലല്ലോ. കുറേ കാലികളും
കന്നുകാലികളും കുട്ടികളൊക്കെ ഉള്ളതിൻ്റെ പേരിലാണ് ഈ ലോകം നീണ്ടുപോകണമെന്നും കൂടി പറഞ്ഞത്. മാഷ് പറഞ്ഞത് ശരിയാണ്. വിശുദ്ധ ഖുർആനിലും ബൈബിളിലും ഒക്കെ ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അവസാനിക്കാറായിട്ടുണ്ട്. ശരിയാണ്, ഏതാണ്ട് ഭൂമി ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ ലക്ഷണങ്ങൾ കാണുന്നത്. ഈ ലക്ഷണങ്ങൾ കൂടെ അതാണ്, ഒരു സംശയമില്ല. എന്തോ എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല. കൂടെ അന്വേഷിച്ചേക്കാം. എന്റെ മാഷെ, മനസ്സിലാകെ ഒരു ശങ്ക, പേടി തോന്നണേ. എന്താ ചെയ്യണം? ഇരിക്കാനൊന്നുമില്ല. ആ എവിടെ വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ ഇവിടെ ആവാം, അല്ലെങ്കിൽ അവിടെ ആവാം. എല്ലാം ദൈവ നിശ്ചയം പോലെയല്ലേ. കുലീനകാരുണ്ടല്ലോ. എന്താ സ്ഥിതി? അല്ല, നമ്മുടെ തിരുമേനിയല്ലേ ഇത്? അതെന്താ കാണിക്കണേ? എന്താണ് മാഷെ? എന്താ തിരുമേനി? തിരുമേനി, ഇതെന്താ ഇവിടെ കിടക്കണേ? എന്ത് പറ്റി? ഭൂമി എനിക്ക് പതുക്കെ. ആകെ അങ്ങോട്ട് കുലുക്കണമാതിരി തോന്നുന്നു. ഉവ്വ, അതെയോ? ഇവിടെ അങ്ങോട്ട് വീണു. ഉവ്വ. ആ ശബ്ദം കേട്ടിരുന്നോ? ആ ഇനി അങ്ങോട്ട് എഴുന്നേൽക്കൂ. പതുക്കെ മതി. എന്താ ഈ കാണിക്കണേ? എന്താ സ്ഥിതി? ആകെ ഒരു കുലുക്കം. ആ, ഓ, തോന്നിയതായിരിക്കും. അല്ല ഈ കുഞ്ഞിരുന്നല്ലേ? പിന്നെ അല്ലാണ്ട് നോങ്ങ് വെറുതെ അങ്ങ് പറയുവോ? തിരുമേനി കേട്ടത് ശരിയായിരിക്കും. ഭൂകമ്പം എവിടെയും സംഭവിക്കാം. ഇവിടെയാവാം, എവിടെയും ആവാം. ഈ ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന പല സാധനങ്ങളും പൊട്ടിത്തെറിച്ചിട്ടാണല്ലോ ലാവ പുറത്തേക്ക് ബഹിർഗമിക്കുന്നത്. എങ്ങനെ സംഭവിക്കാതിരിക്കും? മനുഷ്യൻ്റെ അരാജകത്വങ്ങൾ, അക്രമങ്ങൾ, അത് ദൃഷ്ടാന്തങ്ങളാണ് ദൈവത്തിൻ്റെ കയ്യിൽ. പ്രകൃതി പോലും ഈ ദുരന്തങ്ങൾക്ക് സാക്ഷിയായിരുന്നു. അനുഭവിക്കുന്ന നമ്മൾ മനുഷ്യരല്ലേ? ശിവ ശിവ. ഞാൻ ഈ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്ന സഞ്ചാരിയായതുകൊണ്ട് ചെല്ലുന്ന സ്ഥലങ്ങളിലെ ഓരോ മാറ്റങ്ങളും എനിക്കറിയാൻ കഴിയുന്നു. കാറ്റിൻ്റെ പ്രകമ്പനങ്ങൾ, മരം വീഴുന്നത്, കോറികളിൽ സംഭവിക്കുന്ന പൊട്ടിത്തെറികൾ, ഉരുൾപൊട്ടൽ, വെള്ളത്തിൻ്റെ ഒഴുക്ക്, പുഴയുടെ രോദനങ്ങൾ. ഇതില്ലാതിരിക്കുന്ന എങ്ങനെ? മനുഷ്യൻ്റെ പരസ്പര സ്നേഹവും അടുപ്പമുണ്ടോ? വർഗീയമായിട്ടും ജാതീയമായിട്ടുള്ള ഇത്തരം വൃത്തികേടുകൾ വരുമ്പോൾ ഭൂകമ്പമല്ല, കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ആറ്റം ബോംബ് പോലെ പൊട്ടിയെന്നിരിക്കും. പറഞ്ഞു പോകുന്നതാണല്ല. അവിടെ കുന്നില് ഒരു കല്ല് ഉരുണ്ട് വീണ് പെട്ടെന്ന് ഒരാള് അടിയിൽ പെട്ടെന്ന് തോന്നണേ. ആവോ പോയാവോ, ദൈവത്തിന് അറിയാം. എവിടെയാണ് സംഭവിച്ചത്? ഞാൻ കാണിച്ചു തരാം. ഓ, തവണത്തെ ഭൂകമ്പത്തിലെല്ലാം നശിച്ചു. എല്ലാ പണിയും പോയി, ഒക്കെ പോയി, വീടും ഒക്കെ നശിച്ചു പോയി. ഒരു ചായ. ഈ പോയാളാരാ? അങ്ങനെ ഉടായിപ്പൻ്റെ ആള്. അതെ. പൈസ എത്രയാ? സഞ്ജയുടെ സൈക്കിള് കട്ടുകൊണ്ടുപോയി അല്ലേ? തന്നെ ഒരു കാര്യം ശരിയാക്കി തരാം ഞങ്ങൾ എല്ലാവരും കൂടി. പിന്നെ ഒന്നും ചെയ്യണ്ട, നമുക്ക് ഒരു പ്രാർത്ഥന തെറ്റിച്ചിട്ട് പിന്നെ നന്നാക്കാൻ പറ്റും. ആ നന്നാവോ നോക്കാം. എന്നാ വാങ്ങട്. സഞ്ചാരി ദേവന്നെ. ഓ നീയോ? ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? എൻ്റെ സൈക്കിൾ പോയത് പൊയ്ക്കോട്ടെ. വേഷം മാറി തലയെ മുട്ടയടിച്ചിട്ട് ഞാൻ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചില്ലടാ. ഇനിയെങ്കിലും നിനക്ക് നന്നാവാൻ നോക്കിക്കൂടെ? സൈക്കിളോ പോയി. പ്രകൃതി ദുരന്തങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കുകയാണ്. കാറ്റായിട്ടും കൊടുങ്കാറ്റായിട്ടും ഭൂകമ്പമായിട്ട് പോലും. നന്നാവണമെങ്കിൽ നന്നാവടോ. പക്ഷേ ഇനി ഞങ്ങൾ എന്തൊട്ട് ചെയ്യണ്ടേ? ഞാനൊരു സൈക്കിൾ കൊണ്ടാണ് നിരാശ കൊണ്ട് കൊണ്ടുവന്നാ ഒരു പൈന് കൊടുത്തു പോയി. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണ്ടേ? നല്ല വിട്ടേക്കടോ.
നന്നാവണമെങ്കിൽ നന്നാവട്ടെ. മാഷ പറഞ്ഞോ എന്താ ചെയ്യണ്ടേന്ന്? ശക്തനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ വീടിനെയും ഞങ്ങളെല്ലാവരെയും ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ശക്തിയും എല്ലാ ശക്തിയെയും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സഞ്ചാരി പറയുന്നതിലും കാര്യമുണ്ട്. സഞ്ചാരി പറയുന്ന കാര്യമുണ്ട്. ഇത് എപ്പ കുലുങ്ങി എവിടെ കുലുങ്ങുന്നുള്ള കാര്യം ഇരിക്കുന്ന മുകളിലിരിക്കുന്ന ഒരാളല്ലേ പറയണേ. ആള് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഇതെന്തത് കുലുങ്ങുണ്ടല്ലോ. ചെയ്യത് എടാ, ഭൂമി കുലുങ്ങണ്ടല്ലോ, ശക്തിയിൽ കുലുങ്ങല്ലോ. അയ്യോ ഭൂമി വേണ്ടി കയറിയതോ. എല്ലാവരും ഓടിക്കോ. എന്താണ് ഞാൻ ഈ കാണുന്നത്? ഇതൊരു ദുരന്തഭൂമിയായി മാറിയല്ലോ. ദൈവമേ, എന്റെ കണക്കുകൂട്ടലുകളും തെറ്റിയില്ല. പക്ഷേ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാനൊരു സഞ്ചാരിയാണ്. നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെ ഗൾഫിൽ നിന്നുള്ളൂ. ഓഹോ, സഞ്ചാരി, നിങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായല്ലോ. ഏത് എന്താ ഇതിനൊരു കാരണം? ഭൂകമ്പത്തിന്റെ അതെ. ഇതെല്ലാം കണക്കുകളാണ് സുധാകര. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, മനുഷ്യൻ നന്മകളിൽ നിന്നെല്ലാം ഊരി ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്മ ചെയ്യാൻ പാർക്കും താല്പര്യമൊന്നുമില്ലല്ലോ. എന്താ രാജ്യത്വങ്ങൾ ഉണ്ടാക്കുക, അക്രമം, വർഗീയ ലഹളകൾ, കുഴപ്പങ്ങൾ, പിന്നെ പ്രകൃതിക്ഷോഭങ്ങളും ഭൂകമ്പവും അല്ലാതെ പിന്നെ എങ്ങനെ ഭൂമി എന്നാണ്? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ദൈവത്തിന് പറ്റാത്ത കാര്യങ്ങൾ ഈ നാട്ടില് ജനങ്ങൾ ചെയ്യുന്നു. തീർച്ചയായിട്ടും ദൈവത്തിന് പറ്റാത്ത കാര്യങ്ങൾ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏത് കാലഘട്ടത്തിലും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവും. അത് ഭൂകമ്പമായിട്ട് വരാം, കൊടുങ്കാറ്റാവാം, ചുഴലിക്കാറ്റാവാം, ഉരുൾപൊട്ടാം. ഒന്നും നമ്മുടെ കയ്യിലുള്ളല്ലോ സാഗര. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ ഒരു ശിക്ഷ. തീർച്ചയായിട്ടും ദൈവശിക്ഷ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അതെ അതെ. ഇപ്പൊ ഇതിന്റെ ഒരു തെളിവാണ് സുധാകരൻ രാമകൃഷ്ണൻ. കാരണം ഈ പ്രദേശത്ത് നിങ്ങൾ കുറേ മനുഷ്യരിൽ നന്മയുടെ കണികകൾ ധാരാളമുണ്ട്. നന്മയുടെ അംശങ്ങൾ വർദ്ധിക്കും തോറും അവിടെ ആ പ്രദേശങ്ങളെ എല്ലാ വിപത്തുകളെയും ദൈവം രക്ഷിക്കുകയും ചെയ്യും. ശരിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ. ഇനി ഞാൻ ഈ നാട്ടിൽ പോവുകയാണ്. പോകണം. അതെ, ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണല്ലോ ഉള്ളത്. നിങ്ങളൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലൊക്കെ എനിക്ക് ഏറെ സന്തോഷം. അപ്പൊ നമുക്ക് ഇനിയൊരു ദുരന്തം വരാണ്ടിരിക്കാൻ നമുക്ക് എല്ലാവരും ഈശ്വരനോട് പ്രാർത്ഥിക്കണം. അത് മാത്രമാണ് ഏറ്റവും വലിയ ഉത്തരം. അത് മാത്രം. രാമകൃഷ്ണനായാലും ക്ഷേത്രത്തിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും നമുക്ക് എന്തിനു വേണ്ടിയാണ്? പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലേ. ആ പ്രാർത്ഥനയിൽ നിഷ്കളങ്കത ആവശ്യമാണ്. നന്മകൾ വർദ്ധിപ്പിക്കും. അത് എല്ലാ വേദങ്ങളിൽ പറയുന്നത് മാത്രമാണ്, വേറെ ഒന്നും പറയുന്നത്. അപ്പോൾ ഞാൻ യാത്ര പറയുകയാണ്. എല്ലാവരും കാണണം. ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് കാണാം. ശരി.